ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഗായ്സ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് യാഷ് നായകനായി വരുന്ന ടോക്സിക് എന്ന പടത്തിൻ്റെ ടീസർ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന മറ്റൊരു പടം കൂടിയാണ് ടോക്സിക്. ബിക്കോസ് KGF എന്ന ബ്രഹ്മാണ്ഡ പടത്തിന് ശേഷം ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് യാഷ് എന്ന നടൻ്റെ ഒരു പടം വരുന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രാ എക്സൈറ്റ്മെൻറ്റ് ഈ ഒരു പടത്തിൽ ഉണ്ട് എന്ന് തന്നെ വേണം പറയാൻ. ഈ ഒരു പടത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തതിന് ശേഷം ഒരുപാട് നെഗറ്റീവ് റെസ്പോൺസും അതുപോലെ ഒരുപാട് പോസിറ്റീവ് റെസ്പോൺസുമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം നമുക്ക് പോസിറ്റീവിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ഒരു ടീസർ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു എന്നാണ് എനിക്ക് പറയാനുള്ളത്. KGF 2 എന്ന പടത്തിൻ്റെ വേറൊരു വേർഷൻ ആറ്റിറ്റ്യൂഡാണ് ഈ ഒരു പടത്തിൽ യാഷ് എന്ന നടലിനെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഈ ഒരു ടീസർ കണ്ടതിന് ശേഷം വർക്കായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വേറൊരു കാര്യം പറയാനുള്ളത്, ഒരിക്കലും ഒരു പടത്തിൻ്റെ ടീസർ വെച്ചിട്ട് ഓവറോൾ കമ്പയർ ചെയ്യാൻ വേണ്ടി ഒരിക്കലും സാധിക്കുകയില്ല. ഇതിന് മുന്നേ ഇറങ്ങിയ ഫോർ എക്സാമ്പിളാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഇതിന് മുന്നേ ഇറങ്ങിയ കങ്കുവ, അതുപോലെ പുഷ്പ 2 അത്യാവശ്യം നല്ല രീതിയിലുള്ള റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു പടത്തിൻ്റെ ടീസർ ഇറങ്ങിയതിന് ശേഷം കേരളത്തിൽ നിന്നും ഉണ്ടായത്. പക്ഷേ പടം റിലീസ് ചെയ്തതിന് ശേഷം വളരെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു ഈ ഒരു പടത്തിൽ നിന്നും കാണാൻ വേണ്ടി സാധിച്ചത്. സോ ഒരിക്കലും ഒരു പടത്തിൻ്റെ ടീസർ കണ്ടിട്ട് ഒരിക്കലും അതിനെക്കുറിച്ച് റിവ്യൂ ചെയ്യാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ഒരു പടത്തിൻ്റെ നെഗറ്റീവ് ഷെയ്ഡാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു പടത്തിൻ്റെ ഡയറക്ടർ ഗീതു മോഹൻദാസ് എന്ന ഒരു മലയാളി കൂടിയാണ്. ഈ ഒരു വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അറിയാവുന്നവർ ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അറിയാത്തവർക്ക് വേണ്ടിയാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. ഒരു ഫെമിനിസ്റ്റാണ്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന, സ്ത്രീത്വത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഗീതു മോഹൻദാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യാതൊരുവിധ നെഗറ്റീവായിട്ട് എനിക്കൊന്നും പറയാനില്ല. പക്ഷേ സിനിമ ആയി മാത്രം കാണുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇങ്ങനെ ഒരു സിറ്റുവേഷന് വേണ്ടി ഒരുപാട് വർഷങ്ങളായിട്ട് മമ്മൂട്ടി ഫാൻസ് കാത്തിരിക്കുകയായിരുന്നു. കാരണം കസബ എന്ന പടത്തിനെതിരെ ഒരുപാട് വിമർശനം ഉന്നയിച്ച ഒരു വ്യക്തി കൂടിയാണ് ഈ ഒരു ഗീതു മോഹൻദാസ്. അങ്ങനെയുള്ള ഒരു വ്യക്തി ഡയറക്റ്റ് ചെയ്യുന്ന പടത്തിൽ ഇത്രയും വൾഗാരിറ്റി അതായത് സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ ആ ഒരു ടീസറിൽ അവതരിപ്പിച്ചു എന്നതിനെ തുടർന്നാണ് ഇത്രയും നെഗറ്റീവ് സ്പ്രെഡ് ചെയ്യാനുള്ള റീസൺ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. എനിക്ക് പേഴ്സണലി എല്ലാവരോടും പറയാനുള്ളത്, സിനിമയായിട്ട് മാത്രം കാണുക, വേറൊരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു പടം വൻ വിജയമാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഗായ്സ്, നെക്സ്റ്റ് വീഡിയോയുമായി വീണ്ടും കാണാം.